മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിലെ 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. നാം ദൈവമക്കൾ കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. നാം എന്തായിത്തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു: അവിടുന്ന് പ്രത്യക്ഷനാവുമ്പോൾ നാം അവിടുത്തെ പോലെ ആകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്ന പോലെ തന്നെ വിശുദ്ധനാക്കുന്നു. പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. പാപം നിയമലംഘനമാണ്. പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവൻ പ്രത്യക്ഷനായത് എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. അവനിൽ വസിക്കുന്ന ഒരുവനും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്ന ഒരുവനും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുമക്കളെ, നിങ്ങളെ ആരും വഴി തെറ്റിക്കാതിരിക്കട്ടെ. നീതി പ്രവർത്തിക്കുന്ന ഏവനും അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതിമാനാണ്. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവ ചൈതന്യം അവനിൽ വസിക്കുന്നു. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവൻ പാപം ചെയ്യാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ മക്കളാരെന്നും പിശാചിൻ്റെ മക്കളാരെന്നും ഇതിനാൽ വ്യക്തമാണ്. നീതി പ്രവർത്തിക്കാത്ത ഒരുവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. ഈ വചനഭാഗത്തിലൂടെ നാം ദൈവമക്കളാകുന്നുവെങ്കിൽ നമ്മൾക്ക് പ്രത്യാശയുണ്ട്. നാം നീതിയിലൂടെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളെല്ലാം പൂർത്തീകരിക്കുവാനായിട്ട് നീതി നമ്മളുടെ കൂടെ ഉണ്ടാവും. എന്നാൽ ദുഷ്ട പ്രവൃത്തികളിലൂടെ പോകുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ് എന്നുള്ളതാണ് സത്യം. തീർച്ചയായും ദൈവപുത്രനായ യേശു വിധിയാളനായിട്ട് വരുമ്പോൾ നാം ദൈവമക്കളാണെങ്കിൽ ദൈവത്തോടു കൂടെ ആ ദൈവത്തിൻ്റെ മഹത്വത്തിൽ നാം ഓരോരുത്തർക്കും എത്തിച്ചേരുവാൻ സാധിക്കുമെന്ന് ഈ വചനത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ആയതിനാൽ നാം പ്രത്യാശയോടെ ഇരിക്കുക. അതിനുള്ള കൃപകൾ നമുക്ക് ലഭിക്കുവാൻ വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ബ്രദർ തോമസ് ജോർജ്, പാണശ്ശേരി.